ഹലോ, നമ്മളെ സ്ക്രാച്ചിന്റെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഈ ഒരു കൺക്ലൂഷൻ വീഡിയോയില് ഇനി എങ്ങനെയാണ് സ്ക്രാച്ചുമായിട്ട് മുന്നോട്ട് പോവുക, കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ക്രാച്ചിൽ എങ്ങനെയാണ് പ്രോജക്ട്സ് ഷെയർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മറ്റുള്ളവർ ചെയ്ത പ്രോജക്ട്സ് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും അതുപോലെ അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ സ്ക്രാച്ചിൻ്റെ വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട്. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കാനുള്ള ഒരു ടൂളോ മാത്രമല്ല, നമ്മളെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് ധാരാളം പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസും കൂടെയാണ്, ഒരു കമ്മ്യൂണിറ്റിയും കൂടെയാണ് സ്ക്രാച്ച്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്ത പ്രോജക്ട്സ് കാണുകയും പ്രോജക്ട്സ് നിങ്ങളുടെ ഷെയർ ചെയ്യുകയും ചെയ്യാം, അതുപോലെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ ഓൾറെഡി ഒരാൾ ചെയ്ത പ്രോജക്റ്റിൽ ഒരു മോഡിഫിക്കേഷനോ എന്തെങ്കിലും വരുത്തണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ സ്ക്രാച്ചിൻ്റെ വെബ്സൈറ്റിൽ ഇവിടെ നോക്കൂ, മേലെ സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ എനിക്കൊരു കാർ റേസിൻ്റെ ഗെയിം വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സ്ക്രാച്ചിൽ ഈ കാർ റേസിൻ്റെ ഗെയിം ഉണ്ടോ എന്നറിയാം. ഞാൻ ഇവിടെ സെർച്ചിൽ ജസ്റ്റ് കാർ റേസ് എന്ന് സെർച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, കാർ റേസ് എന്ന് സെർച്ച് ചെയ്താൽ നോക്കൂ, ഓൾറെഡി അതിനകത്തുള്ള യൂസേഴ്സ് ഇതെല്ലാം അവരുടെ യൂസർ നെയിംസ് ആയിരിക്കും, അവരുടെ പ്രൊഫൈലായിരിക്കും. അതിനകത്തുള്ള ഇഷ്ടം പോലെ പ്രോജക്ട്സ് ഡിസ്പ്ലേ ആവുന്നുണ്ട്. ലോഡ് മോർ എന്ന് അടിച്ച ഒരുപാട് പ്രോജക്ട്സ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അത് ഓപ്പൺ ആവുമ്പോൾ അത് തുറന്ന് നോക്കുകയും അതിനകത്തുള്ള കോഡ് നോക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു പ്രോജക്റ്റ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഇന്നൊരു യൂസറിൻ്റെ പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കും, ഇവിടെ സി ഇൻസൈഡ് എന്ന് അടിച്ചാൽ ഈ പ്രോജക്റ്റിൻ്റെ പേജ് ഓപ്പൺ ആവും. ഓക്കെ, ഇപ്പോൾ ഇവരുടെ കോഡൊക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതെനിക്ക് ഇവിടെ നിന്ന് കളിച്ച് നോക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്, ഈ ഗെയിം ഇങ്ങനെ മാറ്റാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്, എനിക്കത് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ റീമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നോക്കൂ, ഈ റീമിക്സിൽ ക്ലിക്ക് ചെയ്താൽ റീമിക്സിങ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കൂ, പ്രോജക്റ്റ് സേവ്ഡ് ആസ് റീമിക്സ് എന്ന് വന്നു. ഓക്കെ, ഇപ്പോൾ ഇത് എൻ്റെ ഒരു വേർഷൻ ഓഫ് ഈ പ്രോജക്റ്റ് ആയിട്ട് എൻ്റെ ലോഗിനിൽ അത് സേവ് ആയിട്ടുണ്ടാവും. അതായത് ഞാൻ ഇവിടെ നിന്ന് മൈ സ്റ്റഫ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൈ സ്റ്റഫ് എന്ന് അടിച്ചാൽ ഇതിപ്പോൾ എൻ്റെ ലോഗിനാണ്. എൻ്റെ പ്രൊഫൈലിൽ നോക്കൂ, കാർ റേസ് റീമിക്സ് എന്ന് വന്നിട്ട് ഓൾറെഡി ഞാൻ പ്രാവശ്യം റീമിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് റീമിക്സ് ആയിട്ട് വന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നോക്കൂ, ഓൾറെഡി താങ്ക്സ് ടു സിപ്പി ഫോർ ദ ഒറിജിനൽ പ്രോജക്റ്റ് കാർ റേസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ആട്രിബ്യൂഷൻ ഓൾറെഡി അത് ബൈ ഡിഫോൾട്ട് ആഡ് ചെയ്യും നമ്മൾ റീമിക്സ് ചെയ്യുമ്പോൾ. എന്നിട്ട് അതേ ഇൻസ്ട്രക്ഷൻസും അതേ ആ ഒരു പ്രോജക്റ്റിൻ്റെ കോപ്പി ഇവിടെ ക്രിയേറ്റ് ആവും. എന്നിട്ട് ഇതിനകത്തോട്ട് പോയിട്ട് ഞാൻ സി ഇൻസൈഡ് പോയിട്ട് ഇതിനകത്ത് എനിക്ക് ഈ കോഡിൽ എന്ത് മാറ്റം വേണമെങ്കിൽ വരുത്താം. അപ്പം എൻ്റെ ഒരു വേർഷനാണിത് ഇപ്പോൾ മാറ്റം വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഒരു സ്വന്തം പ്രോജക്റ്റായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോപ്പി അടിക്കാതെ വേറെ ആൾക്കാർ ചെയ്ത പ്രോജക്ട്സ് റീമിക്സ് ചെയ്തിട്ട് നമ്മുടെ വേർഷൻ ഉണ്ടാക്കാവുന്നതാണ്. റീമിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഒരു ആട്രിബ്യൂഷൻ കൊടുക്കുകയാണല്ലോ. അപ്പോൾ അതൊരു കോപ്പി അല്ല, നമ്മൾ നമ്മളുടേതായ ചേഞ്ചസ് വരുത്തുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് സ്ക്രാച്ചിൽ. അതുപോലെ തന്നെ സ്ക്രാച്ചിൽ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, സ്ക്രാച്ചിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നോക്കൂ, ഓൾറെഡി ചെയ്ത ഇതുപോലെ നമ്മൾ ഇന്ന ഒരു പ്രോജക്റ്റിൽ നിന്ന് സെർച്ച് ചെയ്യാണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്ത പ്രോജക്ട്സ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ നമുക്ക് നോക്കൂ, അനിമേഷൻ ആണെങ്കിൽ അനിമേഷൻ പ്രോജക്ട്സ്, ആർട്ട് പ്രോജക്റ്റ് ആണെങ്കിൽ ആർട്ട് പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരുപാട് ഐഡിയാസ് സ്ക്രാച്ചിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഗെയിംസ് ഉണ്ട്, അതുപോലെ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആസ് എ യൂസർ നമുക്ക് സ്റ്റുഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡിയോസ് പല പല സ്റ്റുഡിയോസ് ആണ്. അത് ക്രിയേറ്റ് ചെയ്താൽ ബാക്കി ആൾക്കാർക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ വേറെ ആൾക്കാരുടെ സ്റ്റുഡിയോയിലേക്ക് നമുക്കും പ്രോജക്റ്റ് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ മൈ സ്റ്റഫിൽ വന്നാൽ നോക്കൂ, മൈ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ സ്റ്റുഡിയോ എന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു സ്റ്റുഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡിയോക്ക് ഇപ്പം ഞാൻ ഗെയിംസ് എന്ന് പേര് കൊടുക്കുകയാണ്. ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റുഡിയോ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ആഡ് പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ് ഉണ്ടല്ലോ, മൈ ഷെയർഡ് പ്രോജക്ട്സ്, മൈ ഫേവറേറ്റ്സ്, മൈ റീസെന്റ് വ്യൂസ്, അതിലേതെങ്കിലും ഒരെണ്ണം നമുക്കിങ്ങനെ സ്റ്റുഡിയോയിലേക്ക് ജസ്റ്റ് ഫോൾഡർ പോലെ ആഡ് ചെയ്ത് വെക്കാം. അതുപോലെ നോക്കൂ, അലോ എനിവൺ ടു ആഡ് പ്രോജക്ട്സ് കൊടുത്താൽ വേറെ ആൾക്കാർക്കും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഒരു സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു പ്രോജക്ട്സ് ഷെയർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഇവിടെ ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെയെല്ലാം ചെയ്യാം. ബാക്കി ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡിയോ നമുക്ക് ഇതുപോലെ ഫോളോ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ക്രാച്ചിൻ്റെ വെബ്സൈറ്റിലുള്ളത്. അതുപോലെ തന്നെ തിരിച്ച് ഹോം പേജിലേക്ക് വന്നാൽ
ഇവിടെ സ്ക്രാച്ച് ന്യൂസ് എന്നൊക്കെ ഉണ്ട്. ഏറ്റവും താഴേക്ക് വന്നാൽ ഇവിടെയും കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അബൌട്ട് സ്ക്രാച്ച് ഫോർ പേരൻസ്, ഫോർ എഡ്യൂക്കേറ്റേഴ്സ്, ഫോർ ഡെവലപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് നമുക്ക് ഡിസ്കഷൻ ഫോറംസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് ഓപ്പൺ ചെയ്യാണ് ഞാൻ വേറൊരു ലിങ്കിൽ. ഇവിടെ നോക്കൂ, സ്ക്രാച്ചിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലോ ഒക്കെ നമുക്ക് ഇവിടെ ഡിസ്കഷനായിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ന്യൂ സ്ക്രാച്ചേഴ്സ്, ഫോറം ടു വെൽക്കം ന്യൂ സ്ക്രാച്ചേഴ്സ് ടു ദ സ്ക്രാച്ച് കമ്മ്യൂണിറ്റി ആണ്. ഇഫ് യു ആർ ന്യൂ ടു സ്ക്രാച്ച് പ്ലീസ് പോസ്റ്റ് ടു സേ ഹലോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ന്യൂ സ്ക്രാച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ ഉണ്ട്. ഇവിടെ ന്യൂ ടോപ്പിക് നമുക്ക് അടിക്കാം. ആർ യു ന്യൂ ടു സ്ക്രാച്ച്, ഇവിടെ പോയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, വെൽക്കം ടു ന്യൂ സ്ക്രാച്ചേഴ്സ്. ഇവിടെ കുറേ ഗൈഡ് ലൈൻസും അങ്ങനത്തെ സം ഹെൽപ്ഫുൾ ലിങ്ക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആൾക്കാരെല്ലാം പോസ്റ്റ് ചെയ്താലേ നമുക്ക് വായിക്കാം. അപ്പോൾ എനിക്കിവിടെ നോക്കൂ, കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ ന്യൂ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്കഷനിൽ കമൻറ്റ് ചെയ്യാം. ഹലോ, ഐ എം എ ന്യൂ സ്ക്രാച്ചർ എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫോറത്തിൽ ഞാൻ ന്യൂ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ബാക്കിലോട്ട് പോയാൽ ഓക്കെ ആണോ, ന്യൂ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് അടുത്താൽ എനിക്ക് പുതിയൊരു ഡിസ്കഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നില്ലെങ്കിൽ എനിക്ക് ഡിസ്കഷന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എനിക്കിവിടെ സബ്ജക്റ്റും മെസ്സേജും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ റിപ്ലൈ ചെയ്യും. അതുപോലെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യാതിരിക്കുക. ചിലപ്പം നമുക്ക് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓൾറെഡി സ്ക്രാച്ചിൽ അത് ആൻസേർഡ് ആയിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ ഈ സ്ക്രാച്ചിന്റെ ഹോം പേജിലേക്ക് വന്നാൽ ഡിസ്കഷൻ ഫോറത്തിന്റെ തൊട്ട് താഴെ സ്ക്രാച്ച് വിക്കി എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. സ്ക്രാച്ച് വിക്കി എടുത്താൽ സ്ക്രാച്ചിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ വിക്കിപീഡിയ പോലെ തന്നെ സ്ക്രാച്ചിന്റെ ഒരു വിക്കിപീഡിയ വേർഷൻ. ഓക്കെ, എല്ലാ ഇൻഫർമേഷനും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ബ്ലോഗ്സും പല പല ബ്ലോഗ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും ട്യൂട്ടോറിയൽസ് ഉണ്ട്. ട്യൂട്ടോറിയൽസ്, സ്ക്രാച്ച് പ്രോഗ്രാംസ്, ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള ഒരു സൈറ്റാണ് ഈ സ്ക്രാച്ച് വിക്കി. മിക്കവാറും നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്താലും ആദ്യം ഈ സ്ക്രാച്ച് വിക്കിയുടെ പേജ് ആയിരിക്കും വരിക. ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള ഒരു പേജാണ് സ്ക്രാച്ച് വിക്കി. അപ്പോൾ ഇതിലൂടെയും ഒന്ന് പോകാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്ലോക്കിനെ കുറിച്ച് അറിയണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ക്ലോണിങ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നറിയില്ല. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഈ സെർച്ചിൽ ക്ലോൺ എന്ന് അടിച്ചാൽ മതി. ഓക്കെ, അതടിക്കുമ്പോൾ നോക്കൂ, ക്ലോണിങ് ഈസ് എ ഫീച്ചർ ദാറ്റ് അലൗസ് എ സ്പ്രൈറ്റ് ടു ക്രിയേറ്റ് എ കോപ്പി ഓഫ് ഇറ്റ് സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, ഏതൊക്കെ ബ്ലോക്സ് ആണ് ഉള്ളത്, ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം വരും ഈ ഒരു സ്ക്രാച്ച് വിക്കിയുടെ പേജിൽ. നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് സ്ക്രാച്ച് ക്ലോണിങ് ഇൻ MIT സ്ക്രാച്ച് എന്ന് അടിച്ചാലും ഫസ്റ്റ് ലിങ്ക് ഈ സ്ക്രാച്ച് വിക്കിയുടെ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ സ്ക്രാച്ച് വിക്കിയും ഉപയോഗിക്കാൻ പഠിക്കുക. നിങ്ങൾ ഭാവിയിൽ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബിഗിനിങ് നമ്മളുടെ ഈ ഒരു കോഴ്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വലിയ പ്രോജക്ട്സും ഗെയിംസും അനിമേഷൻസ് എല്ലാം സ്ക്രാച്ചിലോ അതോ ഇനി പഠിക്കാൻ പോകുന്ന MIT ആപ്പ് ഇൻവെന്ററിലോ പൈത്തണിലോ എല്ലാം തനിയെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെൽഫ് ലേണിംഗ് ചെയ്യേണ്ടത് എന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലിങ്കുകളെല്ലാം കാണിച്ചത്. ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടെല്ലാം വരാം. അപ്പോൾ ഗൂഗിൾ ആണ് അഗൈൻ ഞാൻ പറയുകയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഇതേപോലെ നമ്മളെ ടെക്നോളജിക്ക് അനുസരിച്ചിട്ടുള്ള ഏത് വെബ്സൈറ്റ് ആണോ ഏറ്റവും ആപ്റ്റ് ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ഫെമിലിയർ ആയിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോജക്ട്സിനും വേണ്ടിയിട്ട് ഓൾ വിഷസ്. ബൈ.